എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് കൂട്ടായ്മയാണ് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ നേതൃത്വത്തിൽ തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട്, അതായത് പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട്ടിൽ ഹെബ്രോൻപുരത്ത് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ. ഈ ജനറൽ കൺവെൻഷൻ 2026 ജനറൽ കൺവെൻഷൻ ജനുവരി 11 മുതൽ 18 വരെ ഹെബ്രോൻപുരത്ത് നടക്കും. ഏതാണ്ട് 2 കോടി രൂപയാണ് ഈ കൺവെൻഷന് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ 2 കോടി രൂപയിൽ ഇതിൻ്റെ ചിലവ് നിൽക്കില്ല. ഏതാണ്ട് ഒരു 5 കോടി രൂപയെങ്കിലും ഒരു ചിലവ് വരും എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. കേരളത്തിൽ നടക്കുന്ന അതോടൊപ്പം ഇന്ത്യയിൽ നടക്കുന്ന പെന്തക്കോസ്റ്റൽ മറ്റ് ഇതര സുവിശേഷ വിഹിത സഭകളുടെ കൺവെൻഷനുകളെ എടുത്ത് പരിശോധിച്ചാൽ ഒരു വർഷം ഏതാണ്ട് ഒരു 300 കോടി രൂപയുടെ ചിലവാണ് നടക്കുന്നത്. അത് ജനറൽ കൺവെൻഷൻ മുതൽ സെൻട്രൽ കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, അതായത് IPC, ചർച്ച് ഓഫ് ഗോഡ്, TPM, AG, ഷാരോൻ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ഇങ്ങനെയുള്ള സഭകൾ, അതോടൊപ്പം തന്നെ ന്യൂ ജൻ സഭകൾ, സ്വർഗീയ വിരുന്ന്, മറ്റ് ഇതര സഭകളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു 300 കോടി രൂപയാണ് ഒരു വർഷം ഈ കൺവെൻഷൻ ഐറ്റം ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കൺവെൻഷനുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാനും പരസ്പരം ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഒരു വർഷം 300 കോടി രൂപയിലധികം പൈസ മുടക്കി കൺവെൻഷനുകൾ നടത്തുമ്പോൾ ആ പണം മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഇതിൽ മെച്ചമായി സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകും എന്നൊരഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. എന്തായാലും ഈ വാർത്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള IPCക്കാരുടെ ആത്മീക സംഗമം അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൺവെൻഷന് വേണ്ടി 102 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 2025 സെപ്റ്റംബർ 30 മുതലാണ് ഇത് നടക്കുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഉപവാസ പ്രാർത്ഥനകളൊക്കെ 3 ദിവസം, 7 ദിവസം, 21 ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഷ്ഠിച്ച അല്ലെങ്കിൽ ചെയ്ത ഉപവാസം എന്ന് പറയുന്നത് 40 ദിവസമാണ്. എന്നാൽ നമ്മുടെ കർത്താവിനെ കടത്തി വെട്ടിക്കൊണ്ട് കർത്താവ് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്നുള്ള ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായി കർത്താവ് ചെയ്തതിൻ്റെ 2 ഇരട്ടി വലിപ്പം, അതായത് ഒരു 2.5 ഇരട്ടി 40 ദിവസം എന്നുള്ളത് 102 ദിവസത്തേക്കാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനും വാക്യമുണ്ട്, എന്താണ്? ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യും. അപ്പോൾ 40 ദിവസം ഉപവാസം അത് 102 ദിവസത്തെ ഉപവാസമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ജനറൽ പ്രസിഡൻറ്റ് പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ജനറൽ കൗൺസിൽ കൺവെൻഷൻ്റെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരെ തിരഞ്ഞെടുത്തു. കമ്മിറ്റി വിപുലീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിനും ഓരോ ചെയർമാൻമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അധികാരം ലഭിക്കണം. വത്സൻ എബ്രഹാം ഉണ്ട്, റവറൻഡ് ഫിലിപ്പ് V. തോമസ് ഉണ്ട്, റവറൻഡ് ബേബി വർഗീസ് ഉണ്ട്, റവറൻഡ് തോമസ് ജോർജ് ഉണ്ട്. എല്ലാവർക്കും അധികാരം ലഭിക്കണം. വർക്കി എബ്രഹാം ഉണ്ട്, ജോൺ ജോസഫ് ഉണ്ട്. എല്ലാവർക്കും അധികാരം ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു വിശാലമായ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഓരോ ചെയർമാൻമാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ വത്സൻ എബ്രഹാം
പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗമാണ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആരാധന, പ്രവർത്തന, സാക്ഷീകരണം എന്നതാണ് കൺവെൻഷൻ്റെ ചിന്താവിഷയം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും ആളുകളെത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. വിശാലമായൊരു കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ ഓരോ ചെയർമാന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സംഗീതത്തിൻ്റെ ചെയർമാൻ പാസ്റ്റർ വത്സൻ എബ്രഹാം, പബ്ലിസിറ്റിയുടെ ചെയർമാൻ ഫിലിപ്പ് വി തോമസ്, പ്രാർത്ഥനയുടെ ചെയർമാൻ KP കുര്യൻ, തിരുവത്താഴത്തിനൊരു ചെയർമാനുണ്ട് തോമസ് ജോർജ്, പന്തലിൻ്റെ ചെയർമാൻ കച്ചാനത്ത് വർക്കി എബ്രഹാം, സാമ്പത്തികത്തിൻ്റെ ചെയർമാൻ ജോൺ ജോസഫ്, രജിസ്ട്രേഷൻ ചെയർമാൻ പാസ്റ്റർ K കോശി, റിസപ്ഷൻ ചെയർമാൻ റെജി ഓതറ, വിജിലൻസ് വരെയുണ്ട്. അപ്പോൾ ഈ വിജിലൻസിൻ്റെ കാര്യം പറയുമ്പം വലിയ രസമാണ്. കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ വിജിലൻസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂട്രൽ വന്ന് അടുത്ത് വന്ന് പമ്മി നിൽക്കും. നമ്മൾ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടോ, ഇനി കൺവെൻഷന് വരുന്നവർ ഒളിച്ചും പാത്തും മദ്യപിക്കുന്നുണ്ടോ, ബീഡി വലിക്കുന്നുണ്ടോ, ഇനി മറ്റ് എന്തെങ്കിലും പരിപാടികൾ രാത്രിയിൽ ലേഡീസ് ഹോസ്റ്റലിൻ്റെ മതിൽ ചാടിക്കിടക്കുന്നുണ്ടോ, സ്ത്രീകൾ താമസിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ. വലിയ വിവാദമാണ്. ഒരു കൺവെൻഷൻ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് സ്ത്രീകൾ കുളിക്കുന്നിടത്ത് ചിലർ ഒളിഞ്ഞു നോക്കി. അതൊരു വലിയ പ്രശ്നമായി തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടോ, പുകവലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അനധികൃതമായി മറ്റ് സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അതിക്രമിച്ച് കയറുന്നുണ്ടോ, ഇനി പാസ്റ്റർമാർക്കെതിരെ ആരെങ്കിലും പാര വയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത്, ഇതിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വിജിലൻസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിജിലൻസിൻ്റെ ഡയറക്ടറാണ് കേണൽ VK ലൂക്ക്. ഗതാഗതത്തിൻ്റെ ചെയർമാനുണ്ട് ചെറിയാൻ ജോർജ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വരെ ചെയർമാനുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയർമാൻ പാസ്റ്റർ PA ജോർജ്. പൊല്യൂഷൻ്റെ ചെയർമാൻ സാം പനമ്പയിൽ. ഇനി മെഡിക്കൽ ഡോക്ടർ ജോർജ് തോമസ്. കൗൺസിലിംഗ് ചെയർമാൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ. സ്തോത്രകാഴ്ചയ്ക്ക് വരെ ചെയർമാനുണ്ട്. പാസ്റ്റർ ജെയിംസ് ചാക്കോയാണ് സ്തോത്രകാഴ്ചയുടെ ചെയർമാൻ. ഹിന്ദി യോഗം രാജൻ ചാക്കോ. യൂത്ത് അഡ്വാൻസ് കിങ്സ്ലി ചെല്ലൻ. പാർക്കിംഗ് ചെയർമാനുണ്ട് എബി പെരുമ്പട്ടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെയർമാന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം കുമ്പനാട് കൺവെൻഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായിരുന്നു. പിന്നെ അത് നടന്നു. IPC സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് വത്സൻ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലും ഒരു സംഘവും വിമതരായിട്ടുള്ള മറ്റൊരു സംഘവും ഇങ്ങനെ രണ്ട് പാളിയായിട്ട് നിൽക്കുകയാണ്. ഏത് സമയത്തും വലിയൊരു ഉടക്ക് വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശക്തമായ പോലീസ് സന്നാഹങ്ങൾ തന്നെ കുമ്പനാട് കൺവെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ആളെ കൂട്ടാൻ വേണ്ടി എല്ലും കപ്പയും വേവിച്ചു. നല്ല ഒന്നാം തരം എല്ലുകറി കപ്പയും, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഏഷ്യാഡ്, ചില സ്ഥലത്ത് കപ്പ ബിരിയാണി എന്ന് പറയും. അപ്പം നല്ല ഒന്നാം തരം പോത്തിറച്ചിയും പോത്തിൻ്റെ എല്ലും കപ്പയും കൂടെ ഇട്ട് വേവിച്ച് ആളെ കൂട്ടാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തി. നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഏതാണ്ട് ഒരു 2 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. ഈ 2 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് നടത്തുന്ന ഈ കൺവെൻഷൻ പ്രസ്ഥാനം അതിൽ കൂടുതൽ തുകയാവും. നല്ല കാര്യം, കൺവെൻഷൻ നടക്കട്ടെ. പക്ഷേ യാതൊരു വിധമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഇതിൻ്റെ ഇടയ്ക്ക് 100 കോടി രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നെ കണ്ടില്ല. ആ വാർത്തയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൺവെൻഷൻ ഗംഭീരമായി നടക്കട്ടെ. കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
IPCക്കാരെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ജപ്പാനിലും അതുപോലെ ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ IPCക്കാരുണ്ട്. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുമുണ്ട്. അപ്പോൾ കൺവെൻഷൻ നടത്താം. പക്ഷേ പാവം പിടിച്ച പാസ്റ്റർമാർ കഞ്ഞിക്ക് ഗതിയില്ലാതെ പട്ടിണിയും പരിവട്ടവും ആയി നടക്കുമ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല, കയറിക്കിടക്കാൻ വീടില്ല, കൈ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ നല്ലൊരു ബാഗില്ല, സഞ്ചിയില്ല, എന്തിനേറെ നല്ലൊരു വസ്ത്രവുമില്ല. എന്തായാലും നമ്മൾ ഉണ്ടില്ലെങ്കിലും നമ്മുടെ നേതാക്കന്മാരെ ഊട്ടണം. നമ്മൾ ഒന്നും കഴിച്ചില്ലേലും കുടിച്ചില്ലേലും നമ്മുടെ നേതാക്കന്മാരെയൊക്കെ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ എന്തായാലും കൺവെൻഷൻ ഗംഭീരമായി നടക്കട്ടെ, പൊടി പൊടിക്കട്ടെ. കാശുകളുള്ളത് കൊണ്ട് വാരി എറിഞ്ഞ് എല്ലാ പരിപാടികളും നടത്തട്ടെ. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല, ഇതൊക്കെ ദൈവിക പ്രസാദമുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതും വിദഗ്ധന്മാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വലിയ പണ്ഡിതന്മാരുള്ള ഒരു മേഖലയാണ് ഈ ഇന്ത്യ പെന്തക്കോസ്റ്റൽ സഭ എന്നുള്ളത്. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നുമില്ല. അതുമാത്രമല്ല, സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യങ്ങളും ചെയ്യാറുമില്ല. ബൈബിൾ കോളേജുകൾ മാത്രമേ ഉള്ളൂ, അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്തായാലും 2 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കൺവെൻഷൻ വലിയ ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ പാസ്റ്റർമാർ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള വചനം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്.